നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബിഹേവിയർ ഓഫ് എ സബ് ക്ലാസ്. ഓക്കെ, അപ്പം നമുക്കറിയാം ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ നോർമലി ബിഹേവിയർ എന്ന്, അതായത് UMLന്റെ കോണ്ടെക്സ്റ്റ് പ്രകാരം നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൻ്റെ ഓപ്പറേഷൻസ് അല്ലേ, അല്ലെങ്കിൽ ഫങ്ഷൻസ്, അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ് എന്നൊക്കെ പറയുമല്ലോ, അതിനാണ് നമ്മളിവിടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് the behavior of a subclass. സബ്ക്ലാസിന്റെ ബിഹേവിയർ എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. The allowed behavior of a class C is a set of transition that an object of class C is permitted to make between states in C state space. ഒരു ക്ലാസ് എടുക്കുക, സി എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസ്സിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ആ സി എന്ന് പറയുന്ന ക്ലാസ്സിന് അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ ബിഹേവിയർ. ഈ ട്രാൻസിഷൻ നമ്മൾ ട്രാൻസിഷനൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. നമ്മൾ സ്റ്റേറ്റ് പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് സ്പേസും പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്റ്റേറ്റ് എന്താണെന്ന് നമുക്കറിയാം, അതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ് സ്പേസ് എന്താണെന്നുള്ളതും നമുക്കറിയാം. അപ്പം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അലൗഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളിലേക്കും പോകുന്ന ട്രാൻസിഷനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ സി എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ബിഹേവിയർ എന്ന് പറയാം. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ബിഹേവിയർ വെച്ചിട്ടായിരിക്കും ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലുള്ള ഒബ്ജക്ട്സിൻ്റെ ഒക്കെ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആവുന്നത് അല്ലേ. അപ്പം ഒരു ക്ലാസ്സിൻ്റെ സെറ്റ് ഓഫ് സ്റ്റേറ്റ് സ്പേസുകളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അതിന് പെർമിറ്റഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത് ബിഹേവിയർ ഓഫ് എ സബ് ക്ലാസ് എന്താണെന്നാണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സബ് ക്ലാസിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ദേ ആർ ദി ബിഹേവിയേഴ്സ് ഓഫ് ഇറ്റ് സൂപ്പർ ക്ലാസ് പ്ലസ് അഡീഷണൽ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സബ് ക്ലാസ്സിൽ വരുന്ന ബിഹേവിയേഴ്സും അതും കൂടി കൂടിയിട്ടുള്ളതായിരിക്കും ഒരു സബ് ക്ലാസ്സിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു സബ് ക്ലാസ്സിൽ വരുന്ന സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സൂപ്പർ ക്ലാസ്സിലുള്ള എല്ലാ ഓപ്പറേഷൻസും ഉണ്ടാകും. ഇൻ അഡീഷൻ ഈ സബ് ക്ലാസ്സിൻ്റെതായിട്ടുള്ള കുറേ ഓപ്പറേഷൻസ് ഉണ്ടാവുമല്ലോ, അതും കൂടി ഉണ്ടാവും. അപ്പോൾ സബ് ക്ലാസ്സിൽ വരുന്ന ടോട്ടൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, സൂപ്പർ ക്ലാസ്സിൻ്റെ എല്ലാ ഓപ്പറേഷൻസും പ്ലസ് സബ് ക്ലാസിൻ്റെ സ്പെഷ്യലായിട്ട് വരുന്ന ഓപ്പറേഷനും. അതിനാണ് നമ്മളൊരു സബ് ക്ലാസിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടിട്ടുള്ള സെയിം എക്സാമ്പിൾ ആണ്, റോഡ് വെഹിക്കിൾ ആൻഡ് ഓട്ടോമൊബൈൽ. ഓക്കെ, റോഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ്സും ഉണ്ട്, ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞൊരു ക്ലാസ്സും ഉണ്ട്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ക്ലാസ് ഇറ്റ് ഇസ് എ സബ് ക്ലാസ് ഓഫ് റോഡ് വെഹിക്കിൾ. ഇതിൽ റോഡ് വെഹിക്കിൾ എന്ന് പറയുന്നതാണ് സൂപ്പർ ക്ലാസ് ആൻഡ് ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ സബ് ക്ലാസ് ആണ് അല്ലേ. അപ്പം നമുക്കറിയാം ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഏതൊക്കെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഏതൊക്കെ ബിഹേവിയർ ഉണ്ടാവും, റോഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ എല്ലാ ബിഹേവിയേഴ്സും കിട്ടും. ഇൻ അഡീഷൻ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ടാവും. ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ ക്ലാസ്സിന് മാത്രമായിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ടാവും, അതും ആർക്കുണ്ടാകും, ഓട്ടോമൊബൈലിനുണ്ടാവും. അപ്പം നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെയാണ്. അപ്പം ഒരു സബ് ക്ലാസിൻ്റെ ബിഹേവിയർ എന്താണെന്നല്ലേ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ വരുന്ന രണ്ട് ബിഹേവിയർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പിക്കപ്പ് പാസഞ്ചറും ഡ്രോപ്പ് ഓഫ് പാസഞ്ചറും. രണ്ട് ഓപ്പറേഷൻ അല്ലെങ്കിൽ രണ്ട് ബിഹേവിയർ ആണ് ഇവിടെ. ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ രണ്ട് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ രണ്ട് ബിഹേവിയേഴ്സ് ആണ് പിക്കപ്പ് പാസഞ്ചറും ഡ്രോപ്പ് ഓഫ് പാസഞ്ചറും. അപ്പൊ ഇവിടെ എന്താണ്, ഈ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ ക്ലാസ്സിന് എന്തൊക്കെ കിട്ടും, റോഡ് വെഹിക്കിളിലുള്ള എല്ലാ ബിഹേവിയേഴ്സും ഉണ്ടാവും. ഇൻ അഡീഷൻ ഇവിടെയുള്ള രണ്ട് ബിഹേവിയേഴ്സിൽ ഏതൊക്കെയാ, പിക്കപ്പ് പാസഞ്ചറും ഉണ്ടാവും, അതുപോലെ തന്നെ ഡ്രോപ്പ് ഓഫ് പാസഞ്ചർ എന്ന് പറഞ്ഞ ഈ അഡീഷണൽ ആയിട്ട് വരുന്ന രണ്ട് ബിഹേവിയേഴ്സും എക്സ്ട്രാ ആയിട്ട് വരും. മനസ്സിലായല്ലോ. ആൻഡ് ഒരു റോഡ് വെഹിക്കിളിന് പക്ഷെ എന്തുണ്ടാവില്ല, പിക്കപ്പ് പാസഞ്ചറും ഡ്രോപ്പ് ഓഫ് പാസഞ്ചറും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അത് ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ് ക്ലാസ്സിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതാണ്. റോഡ് വെഹിക്കിളിന് അത് വരില്ലല്ലോ, കാരണം റോഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂപ്പർ ക്ലാസ് ആണ്. ക്ലിയർ? അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൻ്റെ ഇതിൽ പറയുന്നുണ്ട്, ദിസ് എക്സാമ്പിൾ ഷോസ് ദാറ്റ് ഓട്ടോമൊബൈൽ മേ എക്സ്റ്റെൻഡ് ദ ബിഹേവിയർ ഓഫ് ഇറ്റ്സ് സൂപ്പർ ക്ലാസ്
road vehicle just as automobile extends the state space of റോഡ് വെഹിക്കിൾ. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. റോഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസിന്റെ സ്റ്റേറ്റ് സ്പേസ് ആര് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റോഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിലെ ബിഹേവിയേഴ്സും ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റെൻഡ് എന്നുള്ള ടേം നമ്മൾ ഓൾറെഡി കേട്ടതാണ്. ഇൻഹെറിറ്റ് ചെയ്യുന്നതിന് നമ്മൾ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സബ് ക്ലാസ് എന്താ ചെയ്യുന്നത്? അതിന്റെ സൂപ്പർ ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെയും അതിന്റെ ബിഹേവിയറിനെയും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സ്റ്റേറ്റ് സ്പേസ് ആണ് അലൗഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളും, അതിനാണ് നമ്മൾ സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയാം. സ്റ്റേറ്റ് സ്പേസിനെയും അതുപോലെ തന്നെ സൂപ്പർ ക്ലാസ്സിലുള്ള ബിഹേവിയറിനെയും ഒക്കെ ആര് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ഈ ഒരു സബ് ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡെഫിനിഷനോട് പറയുന്നുണ്ട്, ഓട്ടോമൊബൈൽസ് ബിഹേവിയർ മേ ഓൾസോ ബി കൺഫൈൻഡ് ബൈ ദ ബിഹേവിയർ ഓഫ് റോഡ് വെഹിക്കിൾ ജസ്റ്റ് ആസ് ഓട്ടോമൊബൈൽ സ്റ്റേറ്റ് സ്പേസ് വാസ് കൺഫൈൻഡ് ബൈ ദി സ്റ്റേറ്റ് സ്പേസ് ഓഫ് റോഡ് വെഹിക്കിൾ. ഒരു ഓട്ടോമൊബൈലിന്റെ ബിഹേവിയർ റോഡ് വെഹിക്കിളിന്റെ ഉള്ളിലുള്ള ബിഹേവിയർ തന്നെയായിരിക്കും. അതായത് റോഡ് വെഹിക്കിളിന് വരുന്ന ജനറൽ ബിഹേവിയർ ഇല്ലേ, അതന്നെയായിരിക്കും ഓട്ടോമൊബൈലിനും വരിക. കാരണം വെച്ചാൽ റോഡ് വെഹിക്കിളിന്റെ ഒരു സബാണ് അല്ലെ, സബ് ക്ലാസ് ആണ്. അപ്പൊ റോഡ് വെഹിക്കിളിൽ വരുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ട്. അതായത് വീൽസ് ഉണ്ടാവും, എഞ്ചിൻ ഉണ്ടാവും, ഫ്യൂവൽ വേണം, അങ്ങനെയുള്ള അതായത് ഇപ്പൊ ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് അതൊക്കെ ആർക്ക് ഉണ്ടാവും? ഓട്ടോമൊബൈലിന് ഉണ്ടാവും. അതേപോലെ തന്നെ റോഡ് വെഹിക്കിളിലുള്ള കുറെ ബിഹേവിയേഴ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ കൺഫൈൻഡ് ആയിരിക്കും ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ക്ലാസിന്റെ ബിഹേവിയേഴ്സും. ക്ലിയർ ആയല്ലോ? ഇത് സിമ്പിൾ ആയിട്ട് പറയണേ നമ്മൾ നോർമലി കാണുന്ന സംഭവം തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഒരു സബ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എവിടുന്ന് കിട്ടുന്ന, അതായത് സൂപ്പർ ക്ലാസിന്റെ പ്രോപ്പർട്ടീസും ഉണ്ടാവും. ഇൻ അഡീഷൻ അതിന്റെ സ്പെഷ്യലൈസ് ചെയ്ത പ്രോപ്പർട്ടീസും ഉണ്ടാവും. അതാണ് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടാവുക. ക്ലിയർ? പിന്നെ വരുന്ന അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നതാണ് ക്ലാസ് ഇൻവേരിയന്റ്. ക്ലാസ് ഇൻവേരിയന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഒരു കണ്ടീഷൻ. അതായത് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ കുറച്ച് ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം കുറച്ച് ഒബ്ജക്ട്സ്, അപ്പൊ സി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം C1 എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. C1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് സി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റ് ആവണമെങ്കിൽ അത് സർട്ടൻ പ്രോപ്പർട്ടീസ് എൻഷുർ ചെയ്യണം, അല്ലെങ്കിൽ സർട്ടൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ സി എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻവേരിയന്റ്, ക്ലാസ് ഇൻവേരിയന്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ, സ്റ്റുഡൻ്റ് ആവണമെങ്കിൽ ആ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ക്ലാസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ഈ എക്സ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം, വേണ്ടേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സിന് എന്ത് പറയാൻ പറ്റുള്ളൂ? ഒരു സ്റ്റുഡൻറ് ഒബ്ജക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ certain condition, അതായത് ഒരു ക്ലാസ് ഇൻവേരിയന്റ് എന്ന് പറയുന്നത് it is a condition that every object of that class must satisfy at all times. അപ്പം ഒരു ക്ലാസ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യേണ്ട certain കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവേരിയന്റ് എന്ന് പറയാം. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള വേറെ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ് എടുക്കാം. ട്രയാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ട്രയാങ്കിൾ ക്ലാസ്സിലുള്ള ഒബ്ജക്റ്റ് ആവണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലെങ്ത് ഓഫ് എനി ടു സൈഡ്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇറ്റ്സ് തേർഡ് സൈഡ്. ഒരു ട്രയാങ്കിൾ ആവണമെങ്കിൽ, ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ട്രയാങ്കിൾ ആവണമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രണ്ട് ലെങ്ത്, അതിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ സം എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇറ്റ്സ് തേർഡ് സൈഡ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള മൂന്ന് സൈഡ്സിന് നമ്മൾ ABC എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഇൻവേരിയന്റ് എന്താ വരുന്നതെന്ന് വെച്ചാൽ A+B must be greater than or equal to C and B+C must be greater than or equal to A and C+A must be greater than or equal to B. അതായത് ഈ ട്രയാങ്കിളിന്റെ ഏത് രണ്ട് സൈഡിന്റെ സം എടുത്തു കഴിഞ്ഞാലും, ഓർ അല്ല ആൻഡ് ആണ്,
any two sides, ഏത് രണ്ട് സൈഡിന്റെ സം എടുത്തു കഴിഞ്ഞാലും it must be greater than or equal to its third side. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു ഒബ്ജക്റ്റിന് എന്ത് പറയാൻ പറ്റുള്ളൂ? ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പം ഒരു പെർട്ടിക്കുലർ ക്ലാസ്സില് ഒബ്ജക്റ്റ് ആവണമെങ്കിൽ ആ ഒബ്ജക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ, അതിനാണ് നമ്മൾ എന്ത് പറയാ? ഇൻവേരിയന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതിന്റെ വേറൊരു എക്സാമ്പിളും കൂടി ഇവിടെ ഉണ്ട്. ഇതിൽ പറയുന്ന എക്സാമ്പിള്, വേറൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഇപ്പൊ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, അതിന്റെ സബ് ക്ലാസ് ആയിട്ട് വരുന്നതാണ് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഐസോസ്ലസ് ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ഐസോസ്ലസ് ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? സൂപ്പർ ക്ലാസ് ആണ്. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ക്ലാസ്സുകളാണ് റൈറ്റ് ട്രയാങ്കിളും അതുപോലെ തന്നെ ഐസോസ്ലസ് ട്രയാങ്കിളും. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് ട്രയാങ്കിളിന്റെയും ഐസോസ്ലസ് ട്രയാങ്കിളിനെയും കൂടി ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് എന്ത്? റൈറ്റ് ഐസോസ്ലസ് ട്രയാങ്കിൾ. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഇൻവേരിയന്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദ ക്ലാസ് ഐസോസ്ലസ് triangle has the invariant A equal to B or B equal to C or C equal to A. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഒരു ഒബ്ജക്റ്റ് ഐസോസ്ലസ് ട്രയാങ്കിൾ ആവണമെങ്കിൽ അവിടെ വരുന്ന കണ്ടീഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്താ കണ്ടീഷൻ? A equal to B ആവണം, B equal to C or C equal to A. ഐസോസ്ലസ് ട്രയാങ്കിൾ ഡെഫിനേഷൻ തന്നെ അതാണ്. ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the length of any two sides must be equal. അല്ലെ, ഒരു ട്രയാങ്കിളിൽ 3 സൈഡ് ഉണ്ടാവുന്നതിൽ ഏതെങ്കിലും 2 സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ? ഐസോസ്ലസ് ട്രയാങ്കിൾ എന്നാണ് പറയാ. പിന്നെ ഈ ഒരു ഇതിൽ പറയുന്നത് ഇപ്പൊ ഒരു ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ ഇൻവേരിയന്റ് ആയിട്ട് പറയുന്നത് അപ്പൊ ഇതാണ് ABC എന്നാണ് നമ്മൾ ഇവിടുത്തെ സൈഡ്സ്. അപ്പൊ എന്താ പറയണേ? A equal to B or ഐദർ ആണ് അല്ലെ, നമുക്ക് എല്ലാ അങ്ങനെയല്ല, ഐദർ ഏതെങ്കിലും 2 സൈഡ്സ്. അപ്പൊ എന്താ പറയാ? A equal to B or B equal to C or C equal to A. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ബി ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ അല്ലെ. അപ്പം ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആവാനുള്ള ഇൻവേരിയന്റ് അല്ലെങ്കിൽ കണ്ടീഷനാണ് ഇത്. സിമിലർലി ഇപ്പൊ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കാം. റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു കണ്ടീഷൻ. ദ സ്ക്വയർ ഓഫ് ദി സം ഓഫ് എനി ടു സൈഡ്സ്, ദ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ടു സൈഡ്സ് ഇസ് ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് ഹൈപ്പോത്തസിസ്. കേട്ടിട്ടുണ്ടാവുമല്ലോ. ദാറ്റ് ഇസ് ഇപ്പം ABC 3 സൈഡാന്ന് വിചാരിക്കാം. അതിൽ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? C സ്ക്വയർ ആയിരിക്കും. ഹൈപ്പോട്ടനസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പം ആ ബാക്കി 2 സൈഡിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത്, അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബാക്കി 2 സൈഡിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഹൈപ്പോട്ടന്യൂസ് അല്ലെ. ഇതാണ് എന്ത്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഇൻവേരിയന്റ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആവാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ. അതാണ് നമ്മളെ ഇവിടെയുള്ള കണ്ടീഷൻ. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആവണമെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയാം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് എന്തായിരിക്കണം? അതൊരു ട്രയാങ്കിൾ ആവണം അല്ലെ. അപ്പൊ ട്രയാങ്കിൾ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. A plus B ഗ്രേറ്റർ ദാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അതുപോലെ A plus B must be greater than or equal to C, B plus C അങ്ങനെയുള്ള കണ്ടീഷൻ. ഇൻ അഡീഷൻ A equal to B or B equal to C or C equal to A അങ്ങനെ ആയത് എന്താണ്? ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയി മാറി അല്ലെ. ഇപ്പൊ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ എന്താ? ഈ ഫസ്റ്റ് കണ്ടീഷനും വരും. ഇൻ അഡീഷൻ ഇവിടെ എന്ത് വരും? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു C സ്ക്വയർ എന്ന് പറയുന്ന കണ്ടീഷൻ കൂടി വരും. ക്ലിയർ? ഇതെന്ന് പറയുന്നത് ഒരു റൈറ്റ് ഐസോസ്ലസ് ട്രയാങ്കിൾ ആവണമെങ്കിൽ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ആദ്യം ഒരു ട്രയാങ്കിൾ ആവാനുള്ള ഇൻവേരിയന്റ്, പിന്നെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആവാനുള്ള ഇൻവേരിയന്റ്, പിന്നെ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ബി ആൻ
right isosceles triangle. Okay.